സൂരജ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഹിമയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് ക്യാമ്പസിന് പുറത്തെത്താൻ പറ്റുമെന്ന് മാഡത്തിന് ഉറപ്പുണ്ടോ? ഉണ്ടോ മാഡം? എന്തേ ഉത്തരം മുട്ടിയ നിങ്ങൾക്ക്? ഒരു കാരണവും ഇല്ലാതെ ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ പോലീസ് കൊണ്ടുപോയി എന്നറിഞ്ഞ ഈ കോളേജിലെ മാത്രമല്ല, അടുത്തുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ പോലും ഇവിടെ ഓടിയെത്തും. നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? മാഡത്തിന് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. മാഡം പ്ലീസ് മാഡം, മാഡം ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. സൂരജ്, മഞ്ജു ചേച്ചിയോടും എനിക്ക് ഇതേ ഉത്തരം തന്നെ പറയാനുള്ളൂ. മഹിമയെ പറ്റി എനിക്കൊന്നും അറിയില്ല. മഹിമയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് അവളെ എന്തായാലും ശിക്ഷിക്കും. പോലീസുമായിട്ട് സഹകരിക്കുന്നതാ അവൾക്ക് നല്ലത്. ആ ഉദ്ദേശം മഹിമയ്ക്കില്ല. മഹിമയെ കുറിച്ച് മഞ്ജു ചേച്ചിക്ക് എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവളെ കള്ളക്കേസ് കുടുക്കി അറസ്റ്റ് ചെയ്യിക്കില്ലായിരുന്നു. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. പക്ഷേ ആ തെറ്റ് ഞാൻ തിരുത്തി. മഹിമയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട തെളിവുകളെല്ലാം ഞാൻ ശേഖരിച്ചു. പക്ഷേ മജിസ്ട്രേറ്റിന്റെ അടുത്ത് തെളിവുകളുമായിട്ട് പോകാൻ പറ്റുന്നതിന് മുമ്പ് മഹിമ കസ്റ്റഡിയിൽ നിന്ന് ചാടി. ഇനി നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറ, അവള് ജയിലിൽ ചാടിയതുകൊണ്ട് എന്താ നേടിയത്? ഇത്രയും ദിവസം കൊണ്ട് പീതാംബരന്റെ കൊലയാളി ആരാണെന്നുള്ളതിന്റെ എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല. മര്യാദയ്ക്ക് എന്നെ വിശ്വസിച്ച് കാത്തിരുന്നെങ്കിൽ ഇപ്പൊ അവള് മോഹന്റെ കൂടെ വീട്ടിലിരിക്കുന്നുണ്ടായേനെ. മഹിമ പോലീസിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഓരോ നിമിഷവും അവൾ കൂടുതൽ പ്രശ്നത്തിലേക്കാ പോകുന്നത്. മഹിമ തന്നെയാണ് പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങുന്നതെങ്കിൽ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. മഹിമയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ മാറ്റി മറ്റൊരു ടീമിനെ ഡിപ്പാർട്ട്മെന്റ് ആ ദൗത്യം ഏൽപ്പിക്കും. അവരീ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മഹിമയെ എൻകൗണ്ടർ ചെയ്യാൻ പോലും അവർ മടിക്കില്ല. എന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കുക. മഹിമ എവിടെയാണെന്നൊന്ന് പറ. എനിക്ക് മഹിമ എവിടെയാണെന്ന് അറിയില്ല. എത്ര ശ്രമിച്ചിട്ടും പോലീസിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, നീ സഹകരിക്കണ്ട. ഞാൻ വാറന്റുമായിട്ട് വന്ന് നിന്നെ പൊക്കിക്കോളാം. നിന്നേക്കാ വലിയ ക്രിമിനലെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ മേഡം ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തിയെ ഒറ്റിയിട്ട് നിങ്ങൾക്ക് കേസ് തെളിയിക്കാവുന്നുള്ള പ്രതീക്ഷ വേണ്ട. നിനക്ക് പോലീസിന്റെ പവർ എന്താന്ന് അറിയില്ല. മാഡത്തിന് വിദ്യാർത്ഥികളുടെ പവർ എന്താണെന്നും അറിയത്തില്ല. നമുക്ക് വൈകാതെ കാണാം. ആയിക്കോട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വാറന്റുമായി ഇങ്ങോട്ട് വന്നാ മതി. മഹിമ എവിടെയാണെന്ന് സൂരജിന് വ്യക്തമായിട്ട് അറിയാം. അതുറപ്പാണ് മാഡം. പക്ഷേ അതിനുവേണ്ടി അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വലിയ വിഷയാവും. ഞാൻ സൂരജിനെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞേ ഉള്ളൂ. വെറുതെ ചോദ്യം ചെയ്യാൻ അവനെതിരെ വാറന്റ് ഒന്നും കിട്ടില്ല. സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഉടക്കാനും പറ്റില്ല. ഏതൊക്കെ വഴിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടും എല്ലാം ഡെഡ് എൻഡിലാണല്ലോ അവസാനിക്കുന്നത്. നമ്മൾ ഇത്രയും പോലീസുകാരുണ്ടായിട്ടും മഹിമയെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് നാണക്കേടല്ലേ? അതിന് സംശയമുണ്ടോ മാഡം? മഹിമയെ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ പോലീസുകാർക്കുള്ള വില പോകുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പോലീസുകാരുടെ വില പോകുന്നതിനെ കുറിച്ച് നിനക്കെന്താ ഇത്ര വിഷമം? സാർ ചോദിച്ചത് ന്യായം. എന്നെ ഇത്രയും ദ്രോഹിച്ച പോലീസുകാർ നാണം കിടന്നത് കാണുമ്പോ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. പക്ഷേ നിങ്ങളെക്കാൾ ഞാൻ കൂടുതൽ വെറുക്കുന്നത് ആ മഹിമയാ. ആ വൃത്തികെട്ടവള് കാരണമാ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. മഹിമ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. അതിനുവേണ്ട എന്ത് സഹായവും ഞാൻ പോലീസിന് വേണ്ടി ചെയ്യാൻ തയ്യാറാ. നീ ഞങ്ങളെ എങ്ങനെ സഹായിക്കാനാ? മഹിമയെ കൊടുക്കാൻ നല്ല അടിപൊളി ഒരു പ്ലാൻ ഉണ്ടാക്കി തരാം. എന്താ നിന്റെ പ്ലാൻ?
ആദ്യം അതേ കേട്ടെ. നമ്മളെ ഏതൊരു ശത്രുവിനെയും വീഴ്ത്തണമെങ്കിൽ ആദ്യം അവരുടെ ദൗർബല്യം മനസ്സിലാക്കണം. മഹിമയുടെ ഏറ്റവും വലിയ ദൗർബല്യം മുകുന്ദന. അവൻ എന്തെങ്കിലും അപകടം പറ്റിയെന്നറിഞ്ഞ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരിക്കുവാണെങ്കിലും മഹിമ അവനെ കാണാൻ എത്തിയിരിക്കും. മഹിമയെ പിടിക്കാൻ വേണ്ടി മുകുന്ദനെ അപായപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. മുകുന്ദൻ അപായപ്പെട്ടെന്ന് മഹിമ അറിഞ്ഞാൽ മാത്രം മതി. അങ്ങനൊരു നോൺ അവളിലെത്തിയ അവള് പേടിച്ചോടിയെത്തും. അപ്പോ അവള് മുകുന്ദനെ വിളിച്ച് ചോദിക്കില്ലേ? വിളിക്കും. പക്ഷെ മുകുന്ദനും അവന്റെ അമ്മയും നിങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കണം. അവരെ ഫോൺ എടുക്കാൻ സമ്മതിക്കേ ചെയ്യരുത്. അധികം വൈകാതെ തന്നെ മഹിമ അവനെ തേടി വരികയും ചെയ്യും, പെട്ടുപോവുകയും ചെയ്യും. ഈ പ്ലാനിനെ പറ്റി തനിക്ക് എന്താ തോന്നുന്നു? പ്ലാൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് മാഡം. അഭി പറയുന്നത് കേട്ട് നമ്മള് ഇത്രയും തരം താഴ്ന്ന കളികൾക്ക് കൂട്ടുനിൽക്കണമെന്നാണ് എന്റെ ചോദ്യം. എനിക്കും അതേ അഭിപ്രായം തന്നെയാ മാഡം. നമ്മുടെ യൂണിഫോമിന് ഒരു അന്തസ്സുണ്ട്. അതിനനുസരിച്ചേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. അന്തസ്സും പിടിച്ചുകൊണ്ടിരുന്ന പ്രതി നാട് വിട്ട് കളഞ്ഞാലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. ഇത് പോലീസുകാരുടെ മാന്യതയ്ക്ക് ചേർന്ന പരിപാടിയല്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വേറെന്ത് വഴിയാ ഉള്ളത്? ഒന്നുമില്ല മാഡം. മാഡം, മുകുന്ദനെയും അമ്മയും ആ വീട്ടിൽ തടഞ്ഞു വെച്ചാൽ മാത്രം മതി. മുകുന്ദൻ അപായപ്പെട്ടു എന്നുള്ള വിഷയം മഹിമയുടെ അടുത്ത് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പ്ലീസ് മാഡം, അഭി പറയുന്നത് അംഗീകരിക്കരുത്. എനിക്ക് നന്നായിട്ട് ആലോചിക്കണം. അഭി പറഞ്ഞതങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ അന്വേഷണം എങ്ങോട്ടും എത്തിയിട്ടില്ലല്ലോ. അത് കുറ്റവാളിയുടെ ചേച്ചി ഈ കേസ് അന്വേഷിക്കുന്നോണ്ടാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഈ കേസ് ശ്രദ്ധിക്കുന്നുണ്ട്. മഹിമയെ പെട്ടെന്ന് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജോലി പ്രശ്നത്തിലാവും. മഞ്ജുവിന് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മഞ്ജു മഹിമയെ രക്ഷിച്ചാൽ ജോലി രാജിവെക്കാനാണല്ലോ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഈ ജോലിയിൽ തുടരുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ നന്നായി ആലോചിച്ച് നാളെ രാവിലെ വിളിക്കാം. അതുവരെ നമ്മൾ സംസാരിച്ചത് ആരും അറിയണ്ട. ഓക്കെ മാഡം.